ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന 10ാം തരം മെയിൻസ് പരീക്ഷ, അതിനുശേഷമുള്ള LD ക്ലർക്ക് LGS പരീക്ഷകൾക്കെല്ലാം തന്നെ, അതല്ലെങ്കിൽ ഒരു 10th ലെവലിലുള്ള പരീക്ഷകൾക്കെല്ലാം പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഓരോ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കൊണ്ടുള്ള SCERT ചോദ്യങ്ങൾ, അനുബന്ധ വസ്തുതകൾ, മുൻവർഷ ചോദ്യങ്ങൾ, ഇവയൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലൂടെ പഠിക്കുന്നത്. ഇന്നിപ്പോൾ ജനാധിപത്യം, ഭരണം, ദുരന്ത നിവാരണം എന്നിങ്ങനെ 3 മേഖല തിരിച്ച് 50 ചോദ്യങ്ങൾ. ആദ്യത്തെ 3 പാർട്ടിലും 30 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിപ്പോൾ 4ാമത്തെ ഭാഗമാണ്. മറ്റുള്ള വീഡിയോകൾ, അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പദമാണ് ഡെമോക്രസി. ഡെമോക്രസി എന്ന പദം എടുത്തിരിക്കുന്നത് ഗ്രീക്ക് പദമായ ഡെമോക്രാറ്റിയ എന്ന വാക്കിൽ നിന്നാണ്. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി. ഇനി ഇതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ്. ജനം എന്നർത്ഥം വരുന്ന ഡെമോസ്, ശക്തി എന്നർത്ഥം വരുന്ന ക്രാറ്റോസ്. അപ്പോൾ 2 ഗ്രീക്ക് പദങ്ങളാണ്. ഡെമോസ് ജനം എന്നർത്ഥം വരും, ക്രാറ്റോസ് ശക്തി അഥവാ അധികാരം എന്നർത്ഥം വരും. ചേർന്നാണ് ഡെമോക്രസി എന്ന വാക്കുണ്ടായത്. ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചത് ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ്. സമാധാനപരമായ രീതിയിൽ ജനങ്ങൾക്ക് അവരുടെ പരാതികൾ പറയാനുള്ള അവസരം ജനാധിപത്യം നൽകുന്നു. ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹപ്രകാരമായിരിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ജനാധിപത്യ ഇതര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത ഏത്? അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെയും ഇതര ഗവൺമെൻറ്റിൻ്റെയും സ്വഭാവങ്ങൾ അറിയണം. ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി തന്നെ പ്രവർത്തിക്കുന്നു. ഇനി ജനാധിപത്യ ഇതരമാണെങ്കിൽ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കുറവാണ്, അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരി നിയമത്തിന് അതീതനാണ്, അവർ തീരുമാനിക്കുന്നതാണ് നിയമം. ഇതാണ് ജനാധിപത്യ ഗവൺമെൻറ്റും ഇതര ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ: 1. ജനങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കുന്നു. ഭരണാധികാരികളും ജനങ്ങളും നിയമത്തിന് വിധേയരാണ്. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഈ ഭരണക്രമമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഈ മേന്മകളൊക്കെ ഉള്ളതാണ് അതിൻ്റെ കാരണം. വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു എന്നതും ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മയായി കരുതാം. ഇന്ത്യൻ ഭരണഘടന പ്രാതിനിധ്യ പാർലമെൻ്ററി ജനാധിപത്യത്തെയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അടുത്തത്, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന വ്യക്തി, ലോകസഭയിലെ അംഗങ്ങൾ. ആനുപാതിക പ്രാതിനിധ്യം എന്നത് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഒരു തരം വോട്ടിംഗ് സമ്പ്രദായമാണ്. അതിൽ പാർട്ടികൾ അവർക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായി ഇത്ര സീറ്റുകൾ നേടുന്നു. ആനുപാതിക പ്രാതിനിധ്യം, പ്രപ്പോർഷണാലിറ്റി റെപ്രസെൻറ്റേഷൻ. ഒരു ഇലക്ട്രേറ്റിലെ ഡിവിഷനുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയിൽ ആനുപാതികമായി പ്രതിഫലിക്കുന്ന സംവിധാനത്തെ വിശേഷിപ്പിക്കുന്നു. ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എത്ര വോട്ട് കിട്ടുന്നോ അല്ലെങ്കിൽ എത്ര ഭൂരിപക്ഷം കിട്ടുന്നോ അതിന് ആനുപാതികമായി സീറ്റുകൾ ആ പാർട്ടി നേടുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1950 ജനുവരി 26.
അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 326 ഔപചാരികമായി നിലവിൽ വന്നപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുവദിച്ചു. 1951-52 ലോകസഭ പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പൗരന്മാർ വോട്ടവകാശം വിനിയോഗിച്ചു. ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായി പ്രാബല്യത്തിൽ വന്നപ്പോഴാണ് ഇന്ത്യയിൽ വോട്ടവകാശം അനുവദിച്ചത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ഇന്ത്യയുടെ ഭരണരേഖയായി ഇത് മാറ്റി സ്ഥാപിച്ചു. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ചിട്ട് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ്. വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി അറിയപ്പെടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ്. അത് തെറ്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി അറിയപ്പെടുന്ന പേര് വാർഡ് മെമ്പർ എന്നാണ്. നഗരങ്ങളിൽ അദ്ദേഹത്തെ കൗൺസിലർ എന്നും വിളിക്കും. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? തിരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, മാധ്യമങ്ങൾ, പ്രതിപക്ഷം എല്ലാം വേണം. മറ്റ് ഘടകങ്ങൾ അവകാശങ്ങൾ, സാമൂഹിക സാമ്പത്തിക നീതി. ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാകാൻ കഴിയുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഇന്ത്യയിൽ 18 വയസ്സുള്ളവർക്കാണ് വോട്ടവകാശമുള്ളത്. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക സംവിധാനം ജനാധിപത്യമാണെന്ന് പറഞ്ഞത് അമർത്യ സെൻ. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. ജനാധിപത്യമായ രാജ്യമായ ഇന്ത്യയിൽ ലഭിക്കുന്ന അവകാശങ്ങൾ എന്തെല്ലാം? ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കാനും തൻ്റെ കഴിവ് വികസിപ്പിക്കാനും സഹായമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം, വിൽക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്നത്തെ മിക്ക ജനാധിപത്യ സർക്കാരുകളും ജനാധിപത്യ രാജ്യങ്ങളാണ്. പ്രാതിനിധ്യ ജനാധിപത്യത്തിനുള്ള നേരിട്ടുള്ള ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യം, അങ്ങനെ രണ്ടെണ്ണമുണ്ട്. നേരിട്ടുള്ള ജനാധിപത്യത്തിലാണെങ്കിൽ സർക്കാർ രൂപീകരിക്കുമ്പോഴും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നു. അതിനെയാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം സ്വിറ്റ്സർലൻഡിലെ നേരിട്ടുള്ള ജനാധിപത്യമാണ്. പ്രാതിനിധ്യമാണെങ്കിൽ നമ്മൾ നേരിട്ടിടപെടത്തില്ല. സർക്കാർ രൂപീകരിക്കാനും നിയമങ്ങൾ ഉണ്ടാക്കുന്നിടത്തുമെല്ലാം നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണം ഇന്ത്യ, US, ബ്രസീൽ ഒക്കെ. ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയാണെന്നും സമൂഹത്തിൻ്റെ യഥാർത്ഥ താൽപ്പര്യങ്ങൾ പൗരൻ്റെ താൽപ്പര്യങ്ങളാണെന്നും തിരിച്ചറിയുന്നതാണ് പൗരബോധം. പൗരബോധം സംസ്ഥാനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിയെ സ്വാധീനിക്കുന്നു. പൗരബോധത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യർ സ്വാർത്ഥരായിത്തീരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. എല്ലാവരുടെയും ക്ഷേമവും പുനർനിർമ്മാണവും ഉറപ്പാക്കാൻ സമൂഹത്തിൽ പൗരബോധം വളർത്തിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിലബസിനേക്കാൾ ഇത്രൂടെ ആഴത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സുജേഷ് സാറ് കുറേയേറെ വർക്കൗട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. അവയുടെ അനുബന്ധ വസ്തുതകളുമാണ്. നിങ്ങൾക്ക് എല്ലാ പരീക്ഷകളിലും ഇത് പൂർണ്ണമായിട്ടും പ്രയോജനം ചെയ്യും. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.